ഏപ്രിൽ 9-ന് കേരളത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി ചാനലുകൾ, മാധ്യമങ്ങളൊക്കെ തന്നെ സർവേകൾ നടത്തിയിട്ടുണ്ട്. ആ സർവേകളൊക്കെ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സർവേകളിലൊക്കെ തന്നെ ഓരോരുത്തരുടെ മനസ്സും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്നൊരു കാര്യം. നമുക്കത് വിശദമായിട്ട് എന്ത് ചെയ്യാം, പരിശോധിക്കാം. അതോ അതിൻ്റെ പിന്നിൽ ചില സാമ്പത്തിക ഇടപാടുകളാണോ എന്നുള്ളത് കൂടി നമ്മുടെ വീഡിയോ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ മനോരമ മുതൽ മറുനാടൻ വരെയുള്ള ആളുകൾ കേരളം മുഴുവൻ സർവേ ചെയ്യുകയും അവരുടെ പ്രഡിക്ഷൻസ് ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും തെറ്റില്ല. ഇനി അതൊക്കെ ചിലതൊക്കെ തെറ്റിപ്പോയാൽ പോലും പ്രശ്നമൊന്നുമില്ല. അതൊരു എഫേർട്ടാണ് അവർ നടത്തുന്നത് എന്നുള്ളത് വാസ്തവമാണ്. അല്ലാതെ 3.5 കോടി ജനങ്ങളെയും കണ്ടിട്ടൊന്നും ആർക്കും അഭിപ്രായം തീരുമാനിക്കാനൊന്നും പറ്റില്ല. ലോകത്ത് തന്നെ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുമൊക്കെ ഇത്തരത്തിലുള്ള നിരവധി സർവേകൾ ഉണ്ടായിട്ടുണ്ട്. ആ സർവേകളിൽ പലതും തെറ്റിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വാസ്തവമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പ്രശസ്തമായിട്ടുള്ള ചില ഏജൻസികൾ നടത്തിയിട്ടുള്ള സർവേകളൊക്കെ തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. ഏജൻസികൾ ഉപയോഗിച്ചാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് നടത്താൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏജൻസികളില്ലാതെ ഞങ്ങൾ നടത്തി, അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു ഏജൻസി ഇല്ല, അതുകൊണ്ട് എല്ലാം കൃത്യമായിരിക്കും എന്നുള്ളതാണ്. അതൊക്കെ അസംബന്ധമാണ് എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞു നോക്കട്ടെ. ഇനി ഒന്നാമത്തെ സർവേ നമ്മൾ പരിശോധിക്കുന്നത് മനോരമയുടേതാണ്. മനോരമയുടെ സർവേയിൽ മനോരമ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, മനോരമയുടെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്താണെന്ന് നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വിഷം കുടിച്ച് മരിക്കും എന്ന് പറഞ്ഞവരുടെ പിന്മുറക്കാരാണ്. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും LDFന് ജയിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ വലിയ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല എന്നുള്ളത് അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്തേക്കണമെന്ന് വെച്ചാൽ 57 സീറ്റുകൾ ഉറപ്പായിട്ടും LDFന് കിട്ടും. പക്ഷേ 69 വരെ എത്തുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 69 വരെ എത്തിയപ്പോൾ അവരുടെ ഏജൻസികളോട് അവർ പറഞ്ഞിട്ടുണ്ട്, മതി നിർത്തിക്കോ, കാരണം ഇനി കൂടുതൽ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 69 ഇനി അടുത്ത തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ UDFന് വേണമെങ്കിൽ ഇവർക്ക് 70 മുതൽ കൊടുത്തു തുടങ്ങാം. പക്ഷേ UDF തോറ്റാലോ എന്ന് ഇവർക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 സീറ്റ് മാറി എന്ന് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തേക്കണം. UDFനും 69 മുതൽ 81 വരെ കിട്ടാമെന്നാണ്. എന്ന് പറഞ്ഞാൽ 81 കിട്ടാം, വേണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 69 കിട്ടാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ പ്രഖ്യാപിക്കുന്നത് എന്ത് തന്നെ സംഭവിച്ചാലും LDF അധികാരത്തിൽ വരില്ല. ഒന്നുകില്ലെങ്കിൽ UDF അധികാരത്തിൽ വരാം, അല്ലെന്നുണ്ടെങ്കിൽ തൂക്കുസഭയായിരിക്കും എന്നുള്ളതാണ്. കാരണം 69 അതായത് LDFന് മാക്സിമം കിട്ടുന്ന നമ്പറും UDFന് ഏറ്റവും ലോവസ്റ്റ് കിട്ടുന്ന നമ്പറും നോക്കിയാൽ 69 അപ്പോൾ യഥാർത്ഥത്തിൽ 138 വരും. പിന്നെ ആകെ അതിലൊരു പ്രശ്നമുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ NDAക്ക് 2 മുതൽ തുടങ്ങണം. പക്ഷേ ഇവർ തുടങ്ങിയേക്കണം 1 മുതലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ NDAക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള 1 വരികയും UDFന് 69 വരികയും LDFന് 69 വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സീറ്റ് എവിടെ പോയി എന്ന് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. പിന്നെ കുഴപ്പമില്ല, അതങ്ങനെയല്ല, ഞങ്ങൾ ഇതിൻ്റെ ഇടയിലായിരിക്കും അപ്പോൾ വരിക എന്നൊക്കെ പറഞ്ഞ് നിൽക്കാവുന്ന ഒരു സ്കോപ്പുണ്ട്. പിന്നെ മനോരമയല്ലേ, നമ്മൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ ഇപ്പോൾ അതിൽ കൂടുതലൊന്നും അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്കറിയാം, ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനലാണ്. അവർ കുറച്ചുകൂടി ഭംഗിയായിട്ട് ആ സർവേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അവർ പക്ഷേ അവരുടെ അഭിപ്രായം കൂടി അതിനകത്ത് ഉണ്ടാകാം. അവർ പറഞ്ഞേക്കുന്നത് LDFന് 78 മുതൽ 90 വരെ സീറ്റുകൾ കിട്ടാമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവർ ധൈര്യസമേതം പറഞ്ഞേക്കാണ് 78 മുതൽ 90 വരെയുള്ള സീറ്റുകൾ കിട്ടാമെന്നുള്ളതാണ്. അവരൊരു ഏജൻസിയെ കൊണ്ടാണ് സർവേ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. കുറച്ച് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിയുന്നത്. UDFന് 50 മുതൽ 62 വരെ മാത്രമേ സീറ്റുകൾ കിട്ടൂ. എന്ന് പറഞ്ഞാൽ അവരൊരു കാര്യം കാറ്റഗറിക്കലി പറഞ്ഞിട്ടുണ്ട്, UDF തോൽക്കും, അതുപോലെ LDF ജയിക്കും, LDFൻ്റെ ജയം ഉറപ്പാണ്, മിനിമം 78 സീറ്റുകൾ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. NDAക്ക് ഒന്നും കിട്ടാതിരിക്കാം, വേണമെങ്കിൽ 5 വരെ സീറ്റുകൾ കിട്ടാം, 0 മുതൽ 5 വരെ സീറ്റുകൾ കിട്ടാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പോലെ ബാഹുബലിയൊക്കെ നിർമ്മിച്ചിട്ടുള്ള അനിൽ അയിരൂരിൻ്റെ സിനിമയാണ്. അപ്പോൾ അനിൽ അയിരൂരിൻ്റെയൊക്കെ ചാനലാണ്. അപ്പോൾ അനിൽ അയിരൂരിൻ്റെ ചാനൽ ബിഗ് TV ആണ്. ആ ബിഗ് TV പറയുന്നത്, അതിൽ സുജയ പാർവതിയാണ് ഇതൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓരോരുത്തരെ വിളിച്ച് അവരവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ലക്ഷ്മി പത്മയോട് കണക്കൊക്കെ ചോദിച്ചാൽ കുഴപ്പിക്കുന്നുണ്ടായിരുന്നു. പാവം ലക്ഷ്മി പത്മ കണക്കറിയില്ല, PCR-ൽ നിന്ന് പറഞ്ഞു തന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാം ഒരു ഷോയാണല്ലോ, ആ ഷോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ബിഗ് TV മാത്രമല്ല, എല്ലാ ചാനലുകളും. അപ്പോൾ അതിൽ ബിഗ് TV എന്ന് പറയുന്നത് 64 സീറ്റുകൾ LDFന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ LDF എന്തായാലും ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ UDF ഉറപ്പായിട്ടും ജയിക്കും, ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. അപ്പോഴും LDFനെതിരെ വലിയ തരംഗമൊന്നുമില്ല. 74 സീറ്റുകൾക്ക് ജയിക്കും UDFന് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ 2 സീറ്റുകൾ NDAക്ക് കിട്ടും എന്നുള്ളതാണ് അവർ ഉറപ്പായിട്ടും പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ചില കോമഡികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കോമഡികൾ എന്ന് പറയുന്നത്,
സുജയ പാർവതി വന്നു നിന്നിട്ട് കുന്നത്ത് നാടിനെ കുറിച്ച് പറയാൻ തുടങ്ങി. സുജയ പാർവതി എറണാകുളത്ത് വർക്ക് ചെയ്യുന്നതാണ്, എറണാകുളത്ത് തന്നെയാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത്. അപ്പോൾ കുന്നത്തുകാട് മണ്ഡലമൊക്കെ അറിയാവുന്നതാണ്. അവിടെ 2020 മത്സരിക്കുന്നത്. അവിടെ ഒരു ബാബു ദിവാകരൻ എന്ന് പറഞ്ഞൊരു പേര് കേട്ടപ്പോൾ ഉടനെ തന്നെ ആ ബാബു ദിവാകരൻ എന്ന് പറഞ്ഞ പഴയ മന്ത്രിയുണ്ട്, അദ്ദേഹമൊക്കെ രാഷ്ട്രീയത്തിൽ ഇല്ലാതായിട്ട് കുറേ കാലമായി. ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് ഇവർ ഉടനെ തന്നെ ബാബു ദിവാകരനെ കുറിച്ച് അങ്ങോട്ട് ആ ബാബു ദിവാകരനാണ് ഇതെന്ന് പറഞ്ഞ് തട്ടിവിടുകയാണ്. ഉടനെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ജോഷി കുര്യനും വന്ന് കയറിയിട്ട് ഇതേ ഡയലോഗുകളൊക്കെ അങ്ങോട്ട് അടിക്കണേന്. എന്തൊക്കെ അബദ്ധങ്ങളാണ് ഈ കാണിക്കുന്നതെന്ന് അറിയില്ല. പിന്നെ ഇവരുടെ ഇടയ്ക്ക് ഒരു ഷോ AI ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഓരോ സീറ്റ് പറയുമ്പോഴും എന്ത് ചെയ്യുന്നു, അതുപോലെ ബാറ്റിൽ ഗ്രൗണ്ട് ആണോ എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നു, പിണറായിയും രാജീവ് ചന്ദ്രശേഖരനും VD സതീശനും കൂടി ഓടുന്നു, എന്നിട്ട് ചാടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, അവിടെ ഡാൻസ് കളിക്കുന്ന AI ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള AI വിഷ്വൽസൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ അങ്ങനെ പോകുന്നു. ഇതുപോലെയുള്ള നിരവധി മണ്ടത്തരങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് പറയാൻ നിന്നാൽ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. ബിഗ് TVയിലെ പല അവതരിപ്പിച്ചപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഒന്നുകൂടി പഠിച്ചിട്ടൊക്കെ വന്ന് അവതരിപ്പിക്കേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട ലക്ഷ്മി പത്മയോടും അതുപോലെ വേണു ബാലകൃഷ്ണനോടും ഈ പറയുന്ന പോലെ സുജയ പാർവതിയോടൊക്കെ പറയാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്തു, അവരെ ഏകദേശം ഒന്ന് ഒപ്പിച്ച് എന്ത് ചെയ്തു അവതരിപ്പിച്ചു. പക്ഷെ അവരൊരു ധൈര്യം കാണിച്ചു, UDF അധികാരത്തിൽ വരും എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചു. തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, അത്തരത്തിലുള്ളൊരു കാര്യം സർവേക്ക് ആവശ്യമുണ്ട്. ഇനി അടുത്തത് അവരാരോപിച്ചാണ് സർവേ നടത്തിയത്. സാമ്പിൾ സൈസ് എന്താണെന്നുള്ളതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് മാതൃഭൂമിയുടെ സർവേയാണ്. മാതൃഭൂമി കുറച്ചുകൂടി ഭംഗിയായി സർവേ നടത്തിയൊരു പാർട്ടിയാണ്. ഒരു സ്ഥലത്ത് നിന്ന്, അതായത് ഒരു മണ്ഡലത്തിൽ നിന്ന് 200 സാമ്പിളാണ് എടുത്തിട്ടുള്ളത്. സാമ്പിൾ സൈസ് 200 അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 28,000 സംതിങ് 423 സാമ്പിൾ ആളുകളാണ് വരുന്നത്. ചില സ്ഥലത്ത് നിന്ന് അവർ 700 എടുത്തിട്ടുണ്ട്. അതായത് വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ നടന്ന ചില ഈസി ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ അത് എടുത്തിട്ടില്ല. അതൊരു പ്രത്യേക രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അത് എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ അതുപോലെ ന്യൂസ് മലയാളത്തിൻ്റെ സർവേയും ഇതുപോലെ തന്നെ കുറച്ചുകൂടി അവർ വളരെ ശാസ്ത്രീയമായി പരിശോധിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഏജൻസിയാണ് ചെയ്തിട്ടുള്ളത്. അവർ ചെയ്താലേ ഇത് കറക്റ്റ് ആവുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ ജനങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ ഒരു റിപ്പോർട്ടർ TV ഒക്കെ ഇരുന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഇടയിൽ ഒരു ഏജൻസി ഇല്ല, അതുകൊണ്ട് ഏതോ കറക്റ്റായിരിക്കും, ഇടയിൽ ഏജൻസി ഉണ്ടെങ്കിൽ എന്തോ കമ്മീഷൻ അവർക്ക് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള നിലക്കാണ്. എന്തൊരു അസംബന്ധമാണെന്ന് നിങ്ങൾക്കറിയോ? കാരണം 16 ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം 16 ലക്ഷം പേര് വോട്ട് ചെയ്യുമ്പോൾ ഓരോ MLA മാർക്കും അത് മാനേജ് ചെയ്യാനും ഓരോരുത്തരുടെ അവർക്ക് താല്പര്യമുള്ള ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനും ഒക്കെ കഴിയും. അതേസമയം നമ്മൾ വളരെ കൃത്യമായി ഒരു റാൻഡമായി സാമ്പിൾ എടുക്കുകയും കൃത്യമായി അതിൻ്റെ പ്രൊപ്പോർഷൻസ്, അതായത് മതപരമായ ജാതീയമായിട്ടുള്ള വയസ്സും ജെൻഡറും ഒക്കെ വെച്ചിട്ടുള്ള പ്രൊപ്പോർഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈ സർവേകൾ കറക്റ്റ് ആവുള്ളൂ. അതിന് യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 95% കറക്റ്റായിട്ട് കിട്ടാൻ ഒരു മണ്ഡലം 2 ലക്ഷം പേരുടെ മണ്ഡലത്തിൽ ഒരു 350-400 പേരുടെ സാമ്പിൾ എടുത്താലും മതി. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം സാമ്പിളുകൾ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഒരു 2000 പേരെ 2500 പേരെങ്കിലും കാണേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിരവധി സർവേകൾ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊക്കെ തന്നെ ഈ ചാനലിൽ കിടക്കുന്നുണ്ടാവും. അതായത് നമ്മൾ നിലമ്പൂരിൽ ഇതുപോലെ സർവേ നടത്തിയാണ് നമ്മൾ പറഞ്ഞത് 32,000 വോട്ടുകൾക്ക് ആര്യ ഷൗക്കത്ത് ജയിക്കുമെന്ന് പറഞ്ഞത്. അതായത് അന്ന് ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്കറിയാം PV അൻവർ കൂടി കൂടെ നിൽക്കുന്ന ഒരു അവസരത്തിലായിരുന്നു. അങ്ങനെ അവസരത്തിലായിരുന്നുവെങ്കിൽ കൃത്യം 32,000 വോട്ടുകൾക്ക് അദ്ദേഹം ജയിച്ചാനെ. കാരണം അത് രണ്ടും കൂടി കൂട്ടി നോക്കിയാൽ അത്രയും വോട്ടുകളാണ് വരുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഞാൻ സർവേ നടത്തിയിട്ട് വളരെ കൃത്യമായി പറഞ്ഞതാണ്, ഇത്രയും സീറ്റുകളാണ് ഇപ്പോൾ കിട്ടാനുള്ളത്. നമ്മൾ കുറച്ചുകൂടി ഒരു സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര വരെ കൂടാമെന്ന് പറഞ്ഞു. ഞാൻ തെരഞ്ഞെടുപ്പിന് തൊട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ കൃത്യമായിട്ട് അവിടെ ജയിക്കാവുന്ന ഇത്രയും സീറ്റുകളാണെന്ന് പറഞ്ഞിട്ട് പോരുകയും അത് കൃത്യമായി സംഭവിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായി വർക്ക് ചെയ്താൽ. അല്ലാതെ നമ്മൾ തനിയെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവുമെന്നൊന്നുമില്ല എന്നുള്ളതാണ്. ഇത് പറയാൻ കാര്യം, റിപ്പോർട്ടർ TVയും അതുപോലെ മറുനാടനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നേരിട്ടാണ് ചെയ്യണം, അപ്പോൾ എന്തോ ഗുണമുണ്ടെന്നുള്ള നിലക്കാണ്. അതിൽ വലിയ ഗുണമൊന്നുമില്ല. അതുപോലെ മാതൃഭൂമിയുടെ സർവേ കുറച്ചുകൂടി പ്രോപ്പറാണെന്ന് ഞാൻ കരുതുന്നു. അതിൽ അവർ പറഞ്ഞേക്കണത് 62 മുതൽ 72 വരെ സീറ്റുകൾ മാത്രം. അതായത് UDF ജയിക്കുകയാണെങ്കിൽ തന്നെ കഷ്ടിയായിരിക്കും ജയിക്കുക. ഏറ്റവും കുറഞ്ഞത് 62 സീറ്റ് കിട്ടും, 72 സീറ്റുകൾ വരെ മാക്സിമം കിട്ടുള്ളൂ UDFന് എന്നുള്ളതാണ്. അതേസമയം മാതൃഭൂമിയിൽ LDFന് പറയുന്നത് 66 മുതൽ 78 വരെ സീറ്റുകൾ കിട്ടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 66 സീറ്റുകൾ കിട്ടും, 78 വരെ പോകാം എന്നുള്ളതാണ് അവർ പറയുന്നത്. കൂടാതെ 0 മുതൽ 2 സീറ്റുകൾ വരെ NDAക്ക് കിട്ടാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്കറിയാം റിപ്പോർട്ടർ TVയുടെ സർവേ ആണ്. റിപ്പോർട്ടർ TVയുടെ സർവേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ബിഗ് ടി വി വളരെ താഴ്ന്ന ലെവലിൽ വ്യൂവർഷിപ്പൊക്കെ കുറവായിരുന്നു അവരുടെ. പക്ഷെ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഒരു സർവേ പ്രഖ്യാപിക്കുകയും അത് വളരെ ഭംഗിയായി അവർ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ
വലിയ തോതിൽ വ്യൂസ് കൂടി എന്നുള്ളത് നമുക്കറിയാം. ലൈവ് പ്രേക്ഷകർ തന്നെ ഏതാണ്ട് 1,20,000 വരെയൊക്കെ എത്തി. അപ്പോൾ ആ സമയത്ത് റിപ്പോർട്ടറൊക്കെ അടിയിൽ പോയിരുന്നു. അപ്പോൾ തന്നെ സുജയ പാർവതി പറയുന്നുണ്ടായിരുന്നു ഇതിൽ ബോട്ടും വഞ്ചിയൊന്നുമില്ല, ബോട്ട് എന്ന് പറഞ്ഞാൽ ബോട്ട് ഉപയോഗിച്ചത് കൂട്ടാം എന്നുള്ളത്. റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നുകൊണ്ട് അതൊക്കെ അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇല്ല കേട്ടോ, ഇത് ഒറിജിനൽ ആയിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞു. തൊട്ട് പിറ്റേ ദിവസം തന്നെ പെട്ടെന്ന് മീറ്റ് ദ എഡിറ്റേഴ്സ് കഴിയുമ്പോൾ ഇവർ പ്രഖ്യാപിക്കുകയാണ് നാളെ മുതൽ ഞങ്ങളും ഇതാ ട്രെൻഡ് പറയുന്നു എന്നാണ്. ഈ ട്രെൻഡ് ഇവരെങ്ങനെ കണ്ടെത്തി എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പിന്നെ പിറ്റേ ദിവസം ഇവരൊരു ട്രെൻഡായിട്ട് വന്നു. ആ ട്രെൻഡിൽ അവർ പറയുന്നിട്ടുള്ളൊരു കാര്യം, ആ ട്രെൻഡിൽ കുറച്ച് തമാശകളുണ്ട് കേട്ടോ, അതിലേക്ക് വരാം. ആ ട്രെൻഡിൽ അവർ പറയുന്നത് എന്താണ്, ഈ പറയുന്ന പോലെ അരുവിക്കരയിൽ VS ശിവകുമാർ ജയിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. എങ്ങനെയാണ് ഇവരിത് കണ്ടെത്തിയത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇതുപോലെയുള്ള നിരവധി കോമഡികളുണ്ട്. ഇനി ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടി സംസാരിക്കാം. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ പറയുന്നത് 68 സീറ്റുകൾ ഏറ്റവും കുറഞ്ഞത് LDF കിട്ടും, 84 വരെ കിട്ടാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ തോക്കാം അല്ലെങ്കിൽ ജയിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. അതേസമയം 55 മുതൽ 71 വരെ സീറ്റുകൾ UDF കിട്ടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ UDF വേണമെങ്കിൽ ജയിക്കാം, ഇനി 2-3 സീറ്റൊക്കെ കൂടി പോയാൽ പറഞ്ഞു നീക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ട്രെൻഡാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ അരുവിക്കരയിൽ VS ശിവകുമാറൊക്കെ ജയിച്ചിട്ടുള്ളത്. പിന്നെ NDAക്ക് 0 മുതൽ 3 വരെ സീറ്റുകൾ കിട്ടാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോമഡികളൊക്കെ ഉണ്ട്. പിന്നെ മറുനാടനിൽ പറഞ്ഞേക്കണത് അവരുടെ സാമ്പിൾ തന്നെ ഭയങ്കര സൈസാണ്. അവർ പറയുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് 2000 പേരെ എടുത്തു. പക്ഷേ എന്നിട്ടും ഷാജൻ 3-4 തവണ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഷാജൻ പറയുന്നുണ്ട് ഇത് 2000 പേരുടെ കളിയാണ്, ഇത് ശരിയാവില്ല, കയ്യിൽ നിന്ന് പോകുമെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് ഷാജന്. പക്ഷേ കഴിഞ്ഞ 2021 അവർ തുടർഭരണമൊക്കെ എന്ത് ചെയ്തിരുന്നു, പ്രവചിച്ചിരുന്നു. പക്ഷേ സീറ്റുകളുടെ നമ്പറൊന്നും കറക്റ്റ് അല്ലായിരുന്നു, സീറ്റുകളൊക്കെ കുറച്ച് കുറവാണ് പറഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ തന്നെ അന്ന് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു 90 സീറ്റുകളിലധികം, അതായത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ തന്നെ 90 സീറ്റുകളിലധികം നേടി LDF വീണ്ടും അധികാരത്തിലേക്ക് വരും എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. ഈ ചാനലിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോ അതാണ്, നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ അത്തരത്തിൽ കറക്റ്റ് ആയിരുന്നില്ല, ഇവർ 80-ലധികം സീറ്റുകൾ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേങ്കിലും അത് പറഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തവണ പക്ഷേ ഷാജാൻ പറഞ്ഞേക്കുന്നത് LDF 55 സീറ്റുകൾ കിട്ടുമെന്നാണ്. അതുപോലെ തന്നെ UDF 81 സീറ്റുകൾ കിട്ടുമെന്നാണ്. പിന്നെ NDAക്ക് 3 സീറ്റുകൾ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ ഷാജൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു 8 സീറ്റുകൾ വരെ NDAക്ക് പോകാം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഇവരുടെ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ചേശ്വരത്ത് തുല്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നേമം, ആറ്റിങ്ങൽ, പാലക്കാട് ഇവിടെയാണ് കിട്ടുമെന്ന് പറയുന്നത്. അതിൽ തന്നെ നിങ്ങളറിയേണ്ടത് ആറ്റിങ്ങലിൽ ഒരു സുധീർ മത്സരിക്കുന്നുണ്ട്. ആ സുധീർ ജയിക്കും എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ മുരളീധരൻ ജയിക്കുമെന്ന് ഇവർ പറയുന്നുണ്ട്, ജയിക്കുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ ശരത്ചന്ദ്ര പ്രസാദ് അവിടെ ജയിക്കും കഴക്കൂട്ടത്ത് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ 1% വ്യത്യാസത്തിൽ അവിടെ ജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. കടകംപള്ളി 3ാമതെത്തും. അതുപോലെ കടകംപള്ളി അവിടെ 3ാമതെത്തും എന്നുള്ളതാണ്. ശരത്ചന്ദ്രപ്രസാദ് 1ാമതായി ജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിന് കൂടെ നിന്നിട്ടുള്ള ഒരാൾ പറയുന്നത്, ഷാജൻ്റെ കൂടെ നിന്ന് ആരാണെന്ന് എനിക്കറിയില്ല, കൂടെ നിന്നിട്ടുള്ള ആൾ പറയുന്നത് ശരത്ചന്ദ്ര പ്രസാദ് പണ്ട് ശിവൻകുട്ടിയെ കോളേജ് ഇലക്ഷന് തോൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വെറുതെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നിസ്സാരമായിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നേമം, ആറ്റിങ്ങൽ, പാലക്കാട് ഇത് 3ഉം ജയിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം പാലക്കാട് ശോഭാ സുരേന്ദ്രനാണ്, തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, അതിലൊന്നും തെറ്റില്ല. നേമത്തും ആറ്റിങ്ങലിലും പാലക്കാടും ജയിക്കുമെന്ന് പറയുന്നുണ്ട്. ആറ്റിങ്ങലിലാണ് നേരത്തെ പറഞ്ഞ സുധീർ ജയിക്കുമെന്ന് പറഞ്ഞേക്കണം, സംവരണ മണ്ഡലത്തിലാണ്. അതുപോലെ കഴക്കൂട്ടവും മഞ്ചേശ്വരവും, കഴക്കൂട്ടത്ത് വേണമെങ്കിൽ ജയിക്കാം, മഞ്ചേശ്വരത്ത് പിന്നെ തുല്യമാണെന്നാണ് പറയുന്നത്. അത് പറയുമ്പോൾ മറ്റേ കൂടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട് പാലായിൽ ഷോൺ ജോർജും വേണമെങ്കിൽ ജയിച്ചേക്കും എന്നാണ്. അപ്പോൾ ഷാജൻ പറയുന്നത് വേണമെങ്കിൽ ഒരു 5-8 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ് പറയുന്നത്. ഇതൊന്നും അല്ല, ഇതിനേക്കാൾ വലിയൊരു തമാശ എനിക്ക് തോന്നിയത്, ഇതിനെല്ലാത്തിനും ശേഷം ഷാജൻ്റെ കൂടെ നിൽക്കുന്ന ആൾ പറയാണ് ഭരണവിരുദ്ധ തരംഗമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റില്ല, BJPക്ക് ജയിക്കാം, പക്ഷേ അത് UDF തരംഗമുണ്ടെങ്കിൽ BJP ജയിക്കാൻ പറ്റില്ല. അതായത് UDF തരംഗമുണ്ടെങ്കിൽ BJP ജയിക്കില്ല, ഭരണവിരുദ്ധ തരംഗമുണ്ടെങ്കിൽ BJPക്ക് ജയിക്കാം, BJPക്ക് 3-4 സീറ്റുകൾ വരെ കിട്ടാം. അപ്പോൾ ഷാജൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്, വേണമെങ്കിൽ തീരെ കുറഞ്ഞു പോകാം, വേണമെങ്കിൽ കൂടാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അടുത്ത വാചകമാണ് ഈ ഷാജൻ്റെ കൂടെ നിന്ന് പുള്ളി പറയുന്നത്, ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ സർവേയിൽ പ്രതിഫലിക്കില്ല, അത് മുഴുവൻ അടിയൊഴുക്കുകളായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ ഈ 2,80,000 പേരുടെ സർവേ നടത്തിയിട്ട് പോലും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഞാനിപ്പോൾ ഇന്ന് ഇത് എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇനി ഇവരുടെ വീഡിയോ കണ്ടത് തന്നെ. അപ്പോൾ അതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്തു, ഇദ്ദേഹം എടുത്തു നോക്കിയത് അടുത്തൊരു വീഡിയോയിൽ ഇവരുടെ തമ്പ് തന്നെ ഇതാണ്, അമ്പമ്പോ ഇങ്ങനെയുണ്ടോ ഭരണവിരുദ്ധ വികാരം,
LDF പൊളിഞ്ഞടുങ്ങും എന്നുള്ളതാണ്. പിന്നെ വേറൊരു വീഡിയോയിൽ അത് ഇതുപോലെ തന്നെ അദ്ദേഹം ഇരുന്ന് പറയുന്നത് സർവേ നടത്തി, സർവേയിൽ ഞങ്ങൾ കണ്ടത് മുഴുവൻ ഭരണവിരുദ്ധ വികാരമാണെന്നാണ്. പിന്നെ തൊട്ടടുത്ത വീഡിയോ ഷാജൻ്റെ വീഡിയോ തന്നെയാണ്. ഷാജൻ പറയുന്നത് ധർമ്മടത്തും കാലിടറും, ധർമ്മടത്ത് പിണറായി വിജയൻ പൊട്ടിത്തകരും എന്നുള്ളതാണ് പറയുന്നത്. ആകെ അദ്ദേഹത്തിന് MLA ആയിട്ട് നിയമസഭയിലേക്ക് എത്താൻ പറ്റില്ല, പിണറായി വിരുദ്ധ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സർവേകൾ അനുകൂലവും പ്രതികൂലവുമായിട്ടൊക്കെ വന്നതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാര്യമുള്ളൂ, സാമ്പത്തികമൊന്നുമല്ല. പ്രധാനപ്പെട്ട കാര്യം അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ പറഞ്ഞ പോലെ വിരോധമോ സ്നേഹമോ ഒക്കെയാണ് ഈ സർവേകളായി പലതിലും പുറത്തേക്ക് വന്നേക്കുന്നത്. ഏജൻസികൾ നടത്തിയിട്ടുള്ള സർവേകളൊക്കെ അവർ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിൽ കുറേ കൂടി പ്രൊഫഷണലായി കൃത്യമായിട്ടുള്ള ആളുകൾ വെച്ച് സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ഷാജി ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. അതല്ലാതെ റിപ്പോർട്ടർ ചാനലിലൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കോടികൾ മുടക്കി ഈ ഓൺലൈനിലൂടെ ആളുകൾ ഒട്ടിപ്പിച്ചുകൊണ്ടൊന്നും ഒരു സർവേ ആകില്ല. അത് തീർച്ചയായിട്ടും പുറത്തേക്ക് ആളുകൾക്ക് ഓരോ റേറ്റിംഗ് അറിയാൻ പറ്റും, അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ പ്രിയപ്പെട്ട സുജിയോടൊക്കെ പറയാനുള്ളത്, മറ്റേ ബാബു ദിവാകരൻ മന്ത്രി ഇവിടെ വന്ന് മത്സരിക്കുന്നില്ല കുന്നത്തുകാട് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതാരോടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇത്തരത്തിലുള്ള കോമഡികൾക്കൊടുവിൽ മെയ് 4 വരാനിരിക്കുന്ന റിസൾട്ടുകൾ എന്തായിരിക്കും എന്നുള്ളത് ഞാനും കാത്തിരിക്കുകയാണ്. പിന്നെ എന്തു തന്നെ വന്നാലും ഇവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ വീണ്ടും അടുത്ത ന്യായീകരണങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഇറങ്ങാൻ കഴിയും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. അതുകൊണ്ട് ഈ സർവേകളുടെ പിന്നിൽ കൊടുത്തേക്കണത് യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും ഏജൻസികൾ കൊടുത്തേക്കുന്ന സർവേകളൊക്കെ തന്നെ കുറച്ചുകൂടി മര്യാദക്കും കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള സർവേകളായിരിക്കും. അല്ലാത്തതിലൊക്കെ തന്നെ ഇവരുടെ മനസ്സും ഇവരുടെ ചിന്തകളുമാണ് സ്വാധീനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ധർമ്മടത്ത് കാലിടുന്നത് കാണാൻ ഞാനും കാത്തിരിക്കുകയാണ്.